ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ക്ലർക്കിൻ്റെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഡേറ്റ് കാണാം, 1/9/2025. ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 30/9/2025 ഇപ്പോൾ ഒരു മാസത്തോളം കാലമുണ്ട് നമുക്കിതിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നമ്മളിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 തസ്തികയിൽ നിലവിലുള്ള 113 ഒഴിവിലേക്കാണ് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽ പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നത്. ഇപ്പോൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ നമ്മുടെ www.kdrb.kerala.government.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. അല്ലാത്തവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നമുക്കിവിടെ കാറ്റഗറി നമ്പർ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ 039/2025 അതാണ് കാറ്റഗറി നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ തസ്തികയുടെ പേര് ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2. ദേവസ്വം ബോർഡിൻ്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. നമ്മുടെ ശമ്പള സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ 26,500 to 60,700 നമ്മുടെ PSCയുടെ ക്ലർക്കിൻ്റെ എന്താ പറയുക ആ ഒരു റേഞ്ചിൽ വരുന്ന സാലറിയാണ്. അടുത്തതായിട്ട് നമ്മുടെ യോഗ്യതകൾ, വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾ ശ്രദ്ധിക്കുക. +2 അല്ലെങ്കിൽ തത്തുല്യം, +2 അല്ലെങ്കിൽ തത്തുല്യമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം. അടുത്തതായിട്ട് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഒഴിവുകളുടെ എണ്ണം 113 ഒഴിവുകളാണ് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക ഒരു തസ്തികയിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അടുത്തതായിട്ട് നമ്മുടെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. അതുപോലെ തന്നെ പ്രായപരിധി നമ്മുടെ കോമൺ ക്ലർക്കിനുള്ള അതേ പ്രായപരിധിയാണ്. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഉദ്യോഗാർത്ഥികൾ 1/1/2007 2/1/1989 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷാ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 500 രൂപ. അതിപ്പോൾ SC ആണെങ്കിൽ 250 രൂപ, അതുപോലെ തന്നെ ST ആണെങ്കിലും 250 രൂപ. OBCക്കും അതുപോലെ തന്നെ ജനറൽ EWS ഇവർക്ക് രണ്ടുപേർക്കും 500 രൂപയാണ് ഇപ്പോൾ നമ്മുടെ പരീക്ഷാ ഫീസ് വരുന്നത്. അപ്പോൾ പരീക്ഷാ ഫീസ് എങ്ങനെ അടക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെൻറ്റ് ഗേറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് തുക അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക, ഏത് വഴിയാണ് നിങ്ങൾ ഈ ഒരു ഫീ അടക്കേണ്ടത് എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ക്ലർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ PSCയുടെ ക്ലർക്ക് പോലെ തന്നെ അത്യാവശ്യം സുഖമുള്ള നല്ലൊരു ജോലി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മികച്ച അവസരം നിങ്ങൾ കൈവിടാതെ നിങ്ങൾക്കിതിന് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സമയം കളയാതെ ഉടനെ തന്നെ അപേക്ഷിക്കുക. കാരണം ഒരു മാസം ഉണ്ടെന്ന് എഴുതി നിങ്ങളിത് അപേക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിത് വിട്ടുപോവുകയോ മറ്റ് പരീക്ഷകൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇത് വിട്ടുപോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ അപേക്ഷിക്കാനുള്ള സമയം കഴിയും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതിന് അപേക്ഷിച്ചവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിനു വേണ്ടി പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ ഒരിക്കലും വേസ്റ്റ് ചെയ്ത് കളയാതിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.